നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. 4000 കോടിയുണ്ട്, ഖജനാവ് കാലിയല്ല. തമിഴ്നാട്ടിൽ അനിശ്ചിതത്വം. 118 MLA-മാരുടെ കത്ത് വേണം. വിജയ്ക്ക് ഭൂരിപക്ഷമില്ലെന്ന് ഗവർണർ. ബ്രാഞ്ച് തലം വരെ ചർച്ച നടത്തി പരാജയം പരിശോധിക്കും MV ഗോവിന്ദൻ. അന്ത്യമില്ലാതെ കോൺഗ്രസിന്റെ ഫ്ലക്സ് ബോർഡ് യുദ്ധം. കൊല്ലത്തുയർന്നത് VD സതീശന് വേണ്ടി. വാണിജ്യ സിലിണ്ടർ വില വർധന. ഹോട്ടലുകൾ അടച്ചിട്ട് സമരം. ഇന്തോനേഷ്യയിൽ ബസും ഓയിൽ ടാങ്കറും കൂട്ടിവെച്ച് തീപിടുത്തം. 16 മരണം, നിരവധി പേർക്ക് പരിക്ക്. വീഴ്ച പരിശോധിക്കും, പരാജയം ഉൾക്കൊണ്ട് പാഠങ്ങൾ പഠിക്കും. ബിനോയ് വിശ്വം. വിദ്യാഭ്യാസ വകുപ്പിൽ ചട്ടം ലംഘിച്ച് സ്ഥലം മാറ്റം. നടപടി കോൺഗ്രസ് സംഘടനയുടെ കത്തിൽ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. തമിഴ്നാട്ടിൽ അനിശ്ചിതത്വം. 118 MLA-മാരുടെ കത്തുവേണം. വിജയ്ക്ക് ഭൂരിപക്ഷമില്ലെന്ന് ഗവർണർ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിനു പിന്നാലെ കോൺഗ്രസിന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ സർക്കാർ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു തമിഴക വെട്രി കഴകം അധ്യക്ഷൻ സംസ്ഥാന ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കണ്ടു. എന്നാൽ വിജയ് നൽകിയ കണക്കുകൾ വിശ്വാസയോഗ്യമല്ലെന്ന് ഗവർണർ മറുപടി നൽകിയതായി റിപ്പോർട്ട്. തനിക്ക് പിന്തുണ നൽകുന്ന MLA-മാരുടെ പട്ടിക വിജയ് ഗവർണർക്ക് കൈമാറുകയും മുഖ്യമന്ത്രിയായി വിജയ് വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുമുള്ള അഭ്യൂഹം പരിഹരിക്കുന്നതിനിടെയാണ് പുതിയ സംഭവവികാസം. ഇതോടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അനിശ്ചിതത്വത്തിലായി. 234 മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിൽ TVK 108 സീറ്റുകളാണ് നേടിയത്. കോൺഗ്രസ് പിന്തുണ അറിയിക്കുന്നതിന് മുൻപ് തന്നെ സർക്കാർ രൂപവൽക്കരിക്കാനുള്ള ക്ഷണം തേടി വിജയ് ഗവർണർക്ക് കത്തയച്ചിരുന്നു. കോൺഗ്രസിന്റെ പിന്തുണ ലഭിച്ചതിനു പിന്നാലെ ഗവർണറെ നേരിട്ട് സന്ദർശിച്ച് MLA-മാരുടെ പട്ടിക കൈമാറുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 5 സീറ്റുകളാണ് നേടിയത്. ഇതുകൂടി ലഭിച്ചാലും TVKക്ക് കേവല ഭൂരിപക്ഷം അവകാശപ്പെടാനാകില്ല. 2 ആഴ്ചയ്ക്കുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കാമെന്ന് വിജയ് നേരത്തെ ഗവർണറെ ധരിപ്പിച്ചിരുന്നു. ഭൂരിപക്ഷം തെളിയിച്ചാൽ മാത്രം സത്യപ്രതിജ്ഞ ചെയ്യാമെന്നാണ് ഗവർണർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിജയ് പിന്തുണച്ചുകൊണ്ട് 118 MLA-മാരുടെ കത്ത് ഹാജരാക്കാനാണ് ആർലേക്കർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കത്ത് നൽകിയാൽ സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് ഗവർണർ അറിയിച്ചതായാണ് സൂചന. വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടൊപ്പം തന്നെ മന്ത്രിമാരെയും സത്യപ്രതിജ്ഞ ചെയ്തേക്കും. മന്ത്രിസഭയിൽ കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനകളുമുണ്ട്. എങ്കിലും നിലവിൽ ഉപാധികളില്ലാത്ത പിന്തുണയാണ് കോൺഗ്രസ് നൽകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണക്കാർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പ്രാധാന്യം നൽകുന്ന രീതിയിലായിരിക്കും മന്ത്രിസഭയെന്നാണ് സൂചന. K. കാമരാജന്റെ ഭരണകാലത്തിനു ശേഷം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദ്രാവിഡ പാർട്ടികളിൽ നിന്നല്ലാതെ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അണ്ണാദുരൈ, കരുണാനിധി, MGR, ജയലളിത, സ്റ്റാലിൻ തുടങ്ങിയ ദ്രാവിഡ നേതാക്കളുടെ ഭരണ തുടർച്ചയ്ക്കാണ് ഇതോടൊപ്പം മാറ്റം വരുന്നത്. തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയ അധ്യായത്തിനാണ് വിജയ് തുടക്കം കുറിക്കുന്നത്. ബ്രാഞ്ച് തലം വരെ ചർച്ച നടത്തി പരാജയം പരിശോധിക്കും MV ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് അപ്രതീക്ഷിത പരാജയമാണ് ഉണ്ടായതെന്നും ബ്രാഞ്ച് തലം വരെ ചർച്ച നടത്തി പരാജയ കാരണം പരിശോധിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തോ തിരിച്ചടി വിലയിരുത്തും. സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളും വിവിധ പ്രചാരവേലകളും തിരിച്ചടിക്ക് ഇടയാക്കി. പാർട്ടി പ്രവർത്തകരുടെ LDF ഘടകകക്ഷികളുടെയും ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചു ഇതിൽ പരിശോധന നടത്തുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മെയ് ജൂൺ മാസങ്ങളിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിളിച്ചു ചേർത്ത് സഖാക്കൾക്ക് പറയാനുള്ളത് കേൾക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാ കമ്മിറ്റികളും ചേരും. എല്ലാ ഏരിയ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ചേരും. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ചേർന്നുകൊണ്ട് ബ്രാഞ്ച് കമ്മിറ്റികളും ചേരും. ഇത്തരം യോഗങ്ങളിലെ ചർച്ചകൾ കൂടി പരിഗണിച്ചാണ് പാർട്ടി തെരഞ്ഞെടുപ്പ് റിവ്യൂ തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ കടന്നാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. LDF സർക്കാരിന്റെ കാലത്ത് സ്ഥലമാറ്റങ്ങൾ സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ ഭരണപക്ഷ സംഘടനാ നേതാവിന്റെ കത്ത് എന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ ഓർഡർ ഇറക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
വീഴ്ച പരിശോധിക്കും, പരാജയം ഉൾക്കൊണ്ട് പാഠങ്ങൾ പഠിക്കും ബിനോയ് വിശ്വം. തെരഞ്ഞെടുപ്പ് പരാജയം ഉൾക്കൊണ്ട് പാഠങ്ങൾ പഠിക്കുമെന്നും ആവശ്യമായ തിരുത്തൽ വരുത്തുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പരാജയത്തിന് പിന്നാലെ ഇടതുപക്ഷം കളമൊഴിഞ്ഞു പോകില്ല. എവിടെയെല്ലാം വീഴ്ചയുണ്ടായി, എന്തെല്ലാം കുറവുണ്ടായി എന്നതുൾപ്പെടെ എല്ലാം നോക്കി മാറ്റങ്ങൾ വരുത്തും. ഇടതുപക്ഷത്തിന് മുമ്പോട്ട് പോകാൻ പറ്റും. ഞങ്ങൾ ഇവിടെ ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. പ്രതീക്ഷയ്ക്ക് അതീതമായ ഫലമാണ് ഉണ്ടായത്. അതേക്കുറിച്ച് ഗൗരവമായി പഠിക്കേണ്ടതുണ്ട്. പാർട്ടി സംസ്ഥാന നേതൃയോഗത്തിന് പുറമെ എല്ലാ ജില്ലകളിലും യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തും. അതിൻ്റെയെല്ലാം വെളിച്ചത്തിൽ പാർട്ടി സംസ്ഥാന കൗൺസിൽ ചേരും. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ഒരു പാർട്ടിക്കും മുൻകൂട്ടി കാണാനാവാത്ത അടിയൊഴുക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാ സീറ്റുകളിലെയും ഫലം പരിശോധിക്കും. BJP 3 സീറ്റുമായി നിയമസഭയിലെത്തിയതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മതേതര ശക്തികളും ഗൗരവമായി കാണണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൗൺസിൽ യോഗങ്ങൾ ബുധനാഴ്ച MN സ്മാരകത്തിൽ ചേർന്നു. ഇന്തോനേഷ്യയിൽ ബസ്സും ഓയിൽ ടാങ്കറും കൂട്ടിയിടിച്ച് തീപിടുത്തം, 16 മരണം, നിരവധി പേർക്ക് പരിക്ക്. ജക്കാർത്ത, ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലുണ്ടായ വാഹനാപകടത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. യാത്രക്കാരുമായി പോയ ദീർഘദൂര ബസ്സും ഇന്ധന ടാങ്കറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കൂട്ടിയിടിക്ക് പിന്നാലെ ഇരുവാഹനങ്ങൾക്കും തീപിടിച്ചത് മരണസംഖ്യ ഉയരാൻ കാരണമായി. ബുധനാഴ്ച ഉച്ചയോടെ ദക്ഷിണ സമുദ്രത്തിലെ നോർത്ത് മുസിറവാസി പ്രവിശ്യയിലാണ് അപകടം നടന്നത്. ലുബിൻഗവിൽ നിന്നും മേദനയിലേക്ക് വരികയായിരുന്ന ALS കമ്പനിയുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലെ 14 യാത്രക്കാരും ടാങ്കർ ലോറിയിലുണ്ടായിരുന്ന 2 പേരുമാണ് കൊല്ലപ്പെട്ടത്. ടയർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് ടാങ്കറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവേ എന്നാണ് പ്രാഥമിക നിഗമനം. കൂട്ടിയിടുണ്ടായ ഉടൻ തന്നെ ടാങ്കറിലുണ്ടായിരുന്ന ഡീസലിന് തീപിടിക്കുകയും നിമിഷങ്ങൾക്കകം 2 വാഹനങ്ങളും പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവരുടെ ശരീരത്തിൽ സാരമായ പൊള്ളലേറ്റിട്ടുണ്ട്. വാഹനങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ ഏറെ പ്രയത്നിച്ചാണ് പുറത്തെടുത്തത്. പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ഇന്തോനേഷ്യയിലെ റോഡുകളുടെ മോശം അവസ്ഥയും വാഹനങ്ങളുടെ കാലപ്പഴക്കവുമാണ് പലപ്പോഴും ഇത്തരം വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നത്. കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ ട്രെയിൻ അപകടത്തിൽ 16 പേർ കൊല്ലപ്പെട്ടിരുന്നു. പ്രാദേശിക ഭരണകൂടവും ദുരന്ത നിവാരണ സേനയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ ചട്ടം ലംഘിച്ച് സ്ഥലം മാറ്റം നടപടി കോൺഗ്രസ് സംഘടന കത്തിൽ. തെരഞ്ഞെടുപ്പ് ഫലം മാത്രമേ വന്നിട്ടുള്ളൂ, പുതിയ സർക്കാർ വന്നിട്ടില്ല, മുഖ്യമന്ത്രി ആരെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. അതിനു മുമ്പ് കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടന NGO അസോസിയേഷൻ ഭരണം തുടങ്ങി. അസോസിയേഷൻ നേതാക്കളുടെ കത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 2 ഉത്തരവിലായി ഏതാനും പേരെ മാറ്റി. 2 ഉത്തരവും NGO അസോസിയേഷൻ കത്തിനെ തുടർന്ന് എന്ന് പരാമർശിച്ചിട്ടുണ്ട്. ഇത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റം മാനദണ്ഡത്തിനും ചട്ടത്തിനും വിരുദ്ധമാണ്. 5-നാണ് ആദ്യ സ്ഥലമാറ്റ ഉത്തരവിറങ്ങിയത്. 2 ജൂനിയർ സൂപ്രണ്ട്, 2 സീനിയർ ക്ലർക്ക്, 1 ക്ലർക്ക് എന്നിവരെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടൻ മാറ്റിയത്. ലീഗൽ സെൽ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം, സ്ഥലം മാറ്റം കൈകാര്യം ചെയ്യുന്ന C വിഭാഗം, പരീക്ഷാ കമ്മീഷന്റെ കാര്യാലയം എന്നിവിടങ്ങളിലേക്കാണ് മാറ്റം. ഉത്തരവിന് കാരണമായി പരാമർശിക്കുന്നത് NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം 4-ന് കൊടുത്ത കത്താണ്. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം. 2ാമത്തെ ഉത്തരവും ഇറങ്ങിയത് 5-നാണ്. ഹയർ സെക്കൻഡറി വിഭാഗം, അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ നിന്ന് 6 പേരെയാണ് വിവിധ സെഷനിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചത്. NGO അസോസിയേഷൻ തിരുവനന്തപുരം സൗത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി M. മുഹമ്മദ് റൌഫ് സമർപ്പിച്ച കത്തിനെ തുടർന്നാണ് മാറ്റം. ചട്ടവിരുദ്ധമായ നടപടിയാണിത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ നിലവിട്ട നിലയിലാണ് UDF സർവീസ് സംഘടനകളുടെ പ്രവർത്തനം. പോലീസിൽ നിരവധി ഇടങ്ങളിൽ വഴിവിട്ട ഇടപെടലുകൾ ആരംഭിച്ചു. സേനയ്ക്ക് തന്നെ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് അനുകൂലികളായ പോലീസുകാരുടെ ഇടപെടൽ. 4000 കോടിയുണ്ട്, ഖജനാവ് കാലിയല്ല. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കിയിട്ട് LDF സർക്കാർ കാലാവധി കഴിയുമ്പോൾ ഖജനാവിലെ നീക്കിയിരിപ്പ് 4000 കോടിയിലേറെ രൂപ. വലിയ ബില്ലുകളൊന്നും ബാക്കിയാക്കാതെയും ഏപ്രിലിലെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വിതരണം ചെയ്തിട്ടും ഖജനാവ് കാലിയായില്ല. മാത്രമല്ല, സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമായ ഏപ്രിലിൽ നികുതി വരുമാനവും കുതിച്ചു. UDF 2016-ൽ അധികാരമൊഴിയുമ്പോൾ ഖജനാവ് കാലിയായിരുന്നു. ക്ഷേമ പെൻഷൻ 18 മാസം കുടിശ്ശിക, PRD പലിശ കുടിശ്ശിക 156 കോടി, കരാറുകാർക്ക് നൽകാനുണ്ടായിരുന്നത് കോടികൾ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം
ശമ്പള പരിഷ്കരണ ഉത്തരവായെങ്കിലും 2014 ജൂലൈ മുതലുള്ള കുടിശ്ശിക നൽകിയത് 2016 ഒന്നാം പിണറായി സർക്കാരാണ്. 2025-26 സാമ്പത്തിക വർഷത്തെ പണമിടപാടുകൾ മാർച്ച് 31 അവസാനിച്ചപ്പോൾ എല്ലാ ചെലവും കൃത്യമായി നൽകാനായി. കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ പദ്ധതി ചെലവ് 106.46%. 1.9 ലക്ഷം കോടിയായി സർക്കാരിന്റെ ചെലവ് ഉയർന്നു. കിഫ്ബി വായ്പയുടെ പേരിൽ ജനുവരിയിൽ വായ്പയെടുക്കാവുന്ന തുകയിൽ നിന്ന് കേന്ദ്ര സർക്കാർ 6000 കോടി വെട്ടിക്കുറച്ചു. എന്നിട്ടും സാമ്പത്തിക അച്ചടക്കം പാലിച്ചും വരവുകൾ വർദ്ധിപ്പിച്ചും പിടിച്ചു നിന്നു. 16ാം ധനകമ്മീഷൻ വിഹിതം വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ ഫലം കണ്ടതിന്റെ ഗുണം ഈ സാമ്പത്തിക വർഷം മുതലുണ്ടാകും. നികുതി വിഹിതം 1.92% നിന്ന് 2.38%ആക്കാനായി. അതിനാൽ ഈ സാമ്പത്തിക വർഷം 10,000 കോടിയെങ്കിലും അധികം ലഭിക്കും. ഏപ്രിലിലെ നികുതി വരുമാനം റെക്കോർഡാണ് 3770.77 കോടി. എന്നാൽ ട്രഷറിയിൽ പണമില്ലെന്ന് വി.ഡി. സതീശൻ പറയുന്നത് മുൻകൂർ ജാമ്യമെടുക്കലാണെന്ന് വ്യക്തം. വാണിജ്യ സിലിണ്ടർ വില വർധനവ് ഹോട്ടലുകൾ അടച്ചിട്ട് സമരം. വാണിജ്യ സിലിണ്ടറിന്റെ അന്യായ വില വർധനയിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ഹോട്ടലുകളും അടച്ചിട്ടു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം. ജില്ലയിലെ 1000-ഓളം വരുന്ന ഹോട്ടലുകൾ 24 മണിക്കൂർ നേരം അടച്ചിടും. സമരത്തിന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും കേരള വ്യാപാരി വ്യവസായ സമിതിയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പേരിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ സിലിണ്ടറുകൾക്ക് 1400 രൂപയോളം വർദ്ധിച്ചു. പാചകവാതക ക്ഷാമം കാരണം ജില്ലയിലെ പല ഹോട്ടലുകളും നേരത്തെ പൂട്ടി തുടങ്ങിയിരുന്നു. പാചകവാതക വില വർധന കൂടിയതോടെ ഹോട്ടലുകൾ വൻ പ്രതിസന്ധിയിലായി. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പറഞ്ഞു. സമരം ചെയ്ത ഹോട്ടൽ പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KP ബാലകൃഷ്ണൻ പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. അന്ത്യമില്ലാതെ കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡ് യുദ്ധം. കൊല്ലത്ത് ഉയർന്നത് വി.ഡി. സതീശനു വേണ്ടി. വി.ഡി. സതീശനു വേണ്ടി കൊല്ലത്ത് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. മൺട്രോ തുരുത്തിലാണ് ഫ്ലെക്സ് ബോർഡുകൾ വെച്ചത്. പട നയിച്ചവൻ കേരളം നയിക്കട്ടെ എന്നാണ് ഫ്ലെക്സ് ബോർഡിലെ വാചകം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൺട്രോ തുരുത്ത് മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. വൈകുന്നേരത്തോടെ കൂടുതൽ ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് പ്രവർത്തകർ പറയുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേതാക്കളുടെ പേരിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നുണ്ട്. KC വേണുഗോപാൽ, വി.ഡി. സതീശൻ എന്നിവരുടെ പേരിലാണ് കൂടുതൽ ഫ്ലെക്സുകൾ ഉയരുന്നത്. ഇവർക്കെതിരെയും പ്രവർത്തകർ ഫ്ലെക്സ് വെക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് ഹൈക്കമാൻഡ് ആണെന്നും അതിന് സോഷ്യൽ മീഡിയ പ്രചരണങ്ങളോ ഫ്ലെക്സ് ബോർഡുകളോ മാനദണ്ഡമല്ലെന്നും ആണ് രമേശ് ചെന്നിത്തല പറയുന്നത്. വി.ഡി. സതീശനായി സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നതിനിടെ ഇന്ന് രമേശ് ചെന്നിത്തല ദില്ലിയിലെത്തിയിരുന്നു. സതീശനെ ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ ഒളിയമ്പാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഈ പ്രതികരണത്തെ കാണുന്നത്. ഫ്ലെക്സ് വെക്കാനും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം രേഖപ്പെടുത്താനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ തീരുമാനിക്കുന്നത് ഇത്തരം സമ്മർദ്ദങ്ങൾ നോക്കിയല്ല. ഹൈക്കമാൻഡ് എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമേ അന്തിമ തീരുമാനം എടുക്കൂ എന്നും ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി.